മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉപ്പുതറ ചപ്പാത്തിൽ സർവ്വമത പ്രാർത്ഥനയും കൂട്ട ഉപവാസവും നടക്കുന്നു. പരിപാടിക്ക് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പിന്തുണയുമുണ്ട്. സന്ദീപ് രാജാക്കാട് നൽകും വിവരങ്ങൾ. സന്ദീപ് രാജാക്കാട്, സ്വാതന്ത്ര്യദിനത്തിലെ സമരക്കാഴ്ച എന്താണ്? സുജയപാർവതി, തീർച്ചയായിട്ടും സമരം എന്ന് പറയാൻ കഴിയില്ല. സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം, അവരൊരു പ്രതിഷേധം അറിയിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ വർഷം നീണ്ടുനിന്ന ഒരു സമരം നടന്നിരുന്ന പ്രദേശമാണ് ഈ ഉപ്പുതറ ചപ്പാത്ത് എന്ന് പറയുന്നത്. ഇവിടെ തന്നെയാണ് ഇന്ന് ഈ ചപ്പാത്ത് സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സർവ്വമത പ്രാർത്ഥന നടക്കുകയും ഒപ്പം തന്നെ മറ്റ് പ്രതിഷേധ പരിപാടികളിലേക്കൊക്കെ നീങ്ങണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത്. വിവിധ ജാതി മത സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരും പ്രവർത്തകരുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ചപ്പാത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് സ്നേഹക്കൂട്ടായ്മ എന്ന് പറയുന്നത്. ആ സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സമര പ്രത്യക്ഷ പരിപാടിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സ്നേഹക്കൂട്ടായ്മയുടെ ഒരു രീതി അവർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഒരു വലിയ പ്രക്ഷോഭത്തിലേക്കല്ല ഞങ്ങൾ പോകുന്നത്, മറിച്ച് ഈ ഒരു വിഷയം അധികൃതരുടെ മുമ്പിലേക്ക് വെക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സ്നേഹക്കൂട്ടായ്മയുടെ പ്രവർത്തകരും ഒപ്പം തന്നെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. ഇങ്ങനെയൊരു പ്രതിഷേധവുമായിട്ട് മുമ്പോട്ട് വരാൻ ഇപ്പോൾ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ചർച്ചയായ സാഹചര്യത്തിലാണോ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചത്? അത് മാത്രമല്ല, എപ്പോഴും ഇവിടെ ഒരു ആശങ്കയുണ്ട്. പിന്നെ അതുകൊണ്ടാണ് നമുക്ക് ഒരു സ്നേഹ കൂട്ടായ്മ രൂപീകരിച്ചത്. കാരണം രൂപീകരിക്കാൻ ഈ എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവിടെയൊക്കെ പരിഹാരവും ഇവിടെ തന്നെയുണ്ട്. നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ ഈ സ്നേഹ കൂട്ടായ്മ എന്ന് പറയുന്നത് ക്രൈസ്തവരുണ്ട്, ഇസ്ലാം മതത്തിലുള്ളവരുണ്ട്, ഹൈന്ദവരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഇന്ന് രാവിലെ ഈ ദേശീയ പതാക ഉയർത്തിയത് ഞങ്ങൾ 3 പേരും ചേർന്നാണ്, 3 മതസ്ഥർ ചേർന്നാണ് ഉയർത്തിയത്. ഇതുപോലെ അപ്പോൾ നമ്മൾക്ക് സ്നേഹമായിട്ട് ഒരു കൂട്ടായ്മയോടുകൂടി വന്നു കഴിഞ്ഞാൽ ഇതിന് പരിഹാരം കണ്ടെത്താനാണ് ഏതൊരു കാര്യത്തിനും. ഇതുപോലെ അധികാരികൾ, തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അധികാരികൾ ഇതുപോലെ ഡയലോഗിന് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇതിന് തീർച്ചയായും പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഇപ്പം ഞങ്ങളുടെ ഉദ്ദേശം തന്നെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം ഈ ചപ്പാത്ത് വലിയ സമരങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചതാണ്, അങ്ങനെ എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ അതുകൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടായതെന്ന് ചോദിച്ചാൽ നമ്മുടെ ശ്രദ്ധ സുപ്രീം കോടതി എല്ലാവരും അവിടെ എത്തിക്കാൻ പറ്റി. ഇനിയും നമുക്ക് സുപ്രീം കോടതിയുടെ വിധി ജനങ്ങൾക്ക്, നമ്മുടെ സ്വത്തിനും ജീവനും, നമുക്ക് മാത്രമല്ല തമിഴ്നാടിന് ആവശ്യമായത് അവർക്കും ആവശ്യമായത് ലഭിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് പേടിയില്ലാതെ ആകുലതയില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുവാനായിട്ട് ഒരു നിരന്തരമായ ഒരു പരിഹാരം ഉണ്ടാകണം. ഇപ്പം നമ്മൾ സാധാരണ ഇതുപോലെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് ഡാമിൽ വെള്ളപ്പൊക്കം കൂടുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ വീണ്ടും എപ്പോഴും നോക്കിയാൽ മുല്ലപ്പെരിയാർ ഇങ്ങനെ പൊങ്ങി വരുന്നത്. മുല്ലപ്പെരിയാറിന് കേൾക്കുമ്പോൾ തന്നെ തീരദേശവാസികൾക്ക് ഒരു പേടിയുണ്ട് എപ്പോഴും. ഈ പേടി മാറി വരും തലമുറയെ സന്തോഷത്തോടെ സമാധാനത്തോടെ കൂടെ ജീവിക്കാനായിട്ട് സാധിക്കണം. അതിനുള്ള മുമ്പോട്ട് ഏത് തരത്തിലായിരിക്കും നിങ്ങളുടെ ഒരു എത്തരത്തിലായിരിക്കും മുമ്പോട്ടുള്ള പ്രതിഷേധങ്ങൾ എങ്ങനെയായിരിക്കും? അത് ഇതിന് തുടർന്ന് ഇതുപോലെ സ്നേഹക്കൂട്ടായ്മയായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുക. വലിയ സമരത്തിലേക്ക് നമ്മൾ പോകാനായിട്ട് സമരമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചു. സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഉപ്പുതറ ചപ്പാത്തിൽ സർവ്വമത പ്രാർത്ഥനയും കൂട്ട ഉപവാസവും ഒക്കെ നടക്കുന്നത്.